പുതിയൊരു പബ്ലിക് ഒപ്പീനിയൻ ക്വസ്റ്റ്യനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യനാണ്, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്ക് സൗന്ദര്യം വേണമെന്ന് നിർബന്ധമുണ്ടോയെന്ന്. അപ്പോൾ നിങ്ങളുടെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. സോ ലെറ്റ്സ് ടേക്ക് പബ്ലിക് ഒപ്പീനിയൻ. കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഈ സൗന്ദര്യം നിർബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരു നമ്മുടെ മൈൻഡിൽ തോന്നുന്നത് ആവറേജ് ആയിട്ട് കുഴപ്പമില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് സൗന്ദര്യത്തിന് നമ്മുടെ പേഴ്സണാലിറ്റി അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഓവറായിട്ടുള്ള ഭംഗി വേണമെന്ന് ഞാൻ എന്നാലും ഒരു കോൺസെപ്റ്റ് അനുസരിച്ചായിരിക്കണം. അതെ, നമുക്ക് മാച്ചാവണം അങ്ങനെ. പക്ഷെ പലപ്പോഴും ആൾക്കാർ സൗന്ദര്യം എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഫാക്ടറായിട്ട് വെക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇടയ്ക്കൊക്കെ അങ്ങനത്തെ പേരിൽ ആൾക്കാർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം, അങ്ങനത്തെ രീതികളോണ്ട് എന്താ അഭിപ്രായം? കണ്ടിട്ടുണ്ട്. ആ കോൺസെപ്റ്റ് അനുസരിച്ച് ഒരാളായിരിക്കണം എന്നുള്ളൂ. മനസ്സ്, അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. കല്യാണം കഴിക്കുന്നതിൽ ബ്യൂട്ടി ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, എനിക്ക് അങ്ങനെ ഇല്ല. അവരവരുടെ പേഴ്സണാലിറ്റി പോലെ. ഇപ്പൊ ഒരാള് ആ ഒരു ബ്യൂട്ടിയുടെ പേരിൽ അല്ലെങ്കിൽ അതൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ട് എടുക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് എന്താ തോന്നിയേക്കുന്നത്? എനിക്ക് അങ്ങനെ പറയാനൊന്നുമില്ല. എനിക്ക് അങ്ങനെ അത് ശരിയായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ അങ്ങനെ ആരെങ്കിലും ബ്യൂട്ടിയുടെ പേരിൽ ആരെങ്കിലും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്താലും നിങ്ങൾ പ്രതികരിക്കുമോ? പ്രതികരിക്കണം. ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഞാൻ പ്രതികരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇന്റർഫിയർ. നിങ്ങളൊക്കെ കല്യാണം കഴിക്കുന്ന ആൾക്ക് സൗന്ദര്യം വേണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടോ? ഡിപ്പെൻസ്. എന്താ പറയുന്നത്? ഈ ശരിക്കും കല്യാണത്തിന് സൗന്ദര്യം നോക്കണം അല്ലെങ്കിൽ സൗന്ദര്യം ഒരു ഫാക്ടറായിട്ട് പലരും കണക്കാക്കാറുണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? തെറ്റ്. അത് കുറെ ഇല്ല, അത് ഒരു ഫാക്ടറായിട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരെ അതൊരു കാര്യമാണ്. അല്ലാതെ അത് മാത്രം നോക്കുന്ന ശരിയല്ല. എന്താ അഭിപ്രായം? അത് മാത്രല്ല ഇമ്പോർട്ടന്റ്, അത് മാത്രമാണ് ഇമ്പോർട്ടന്റ് എന്ന് വിചാരിച്ചിരിക്കുന്നത് തെറ്റാണെന്നാണ്. ഈ സൗന്ദര്യത്തിന്റെ പേരിൽ പലരെയും ഭയങ്കരമായിട്ട് ചിലപ്പോൾ താഴ്ത്താരൊക്കെ അല്ലേ? ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിലും കുറെ ട്രോളൊക്കെ കാണാറുണ്ടല്ലോ. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയാണ്? ഇങ്ങനെ ബുള്ളിങ് ഒക്കെ ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ കണ്ട പ്രതികരിക്കോ നിങ്ങൾ? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മാത്രം നോക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. കല്യാണം കഴിക്കുന്നവർക്ക് സൗന്ദര്യം വേണം അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഫാക്ടറാണെന്ന് തോന്നിയിട്ടുണ്ടോ? സൗന്ദര്യം വേണമെന്നില്ല, പക്ഷെ അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും. പക്ഷെ മനസ്സുണ്ടായിരുന്നു. പക്ഷെ ചിലവരൊക്കെ അതും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് വെക്കാറുണ്ടല്ലോ. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താ? ശരിയാണോ? എനിക്ക് ഭയങ്കര വൈറ്റ് സ്കിൻ ഉള്ളവരും നല്ല ഇഷ്ടം. വേറെ കളർ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഫ്രണ്ട്സിന്റെ ഒക്കെ ചോദിച്ചറിയാം, കുറച്ച് കുറഞ്ഞ സ്കിന്നൊക്കെ ആയിട്ട് കുറച്ച് നല്ല നമുക്ക് കാണുമ്പോൾ ഒരു വൈബ് തോന്നുന്നു. അങ്ങനെ ഒരാൾ ഒരു മുഖസ്തുതി എന്ന് പറയുന്ന സാധനം വേണം, അല്ലാണ്ട് വെളുത്തിരിക്കണം അങ്ങനെയൊന്നുമില്ല. ആരും അങ്ങനെ കാഴ്ചപ്പാട് ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഭംഗിയുണ്ടെങ്കിലേ കാര്യമുള്ളൂ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട്. കല്യാണം കഴിക്കാൻ ഭംഗി ഒരു ഫാക്ടറാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷെ പലരും അതൊരു ഭയങ്കര ഫാക്ടറി വെക്കാറുണ്ടല്ലോ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിനോട് എന്താ തോന്നുന്നത്? ഇല്ല, എന്റെ ഒരു രീതിയിൽ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം കോൺസെപ്റ്റിനോട് താല്പര്യമുണ്ട്, ലൈക്ക് ഇന്ന കോൺസെപ്റ്റ് പോലെ ആയിരിക്കണം. ഓരോരുത്തർക്കും ഓരോ ടൈപ്പല്ലേ. ഇപ്പൊ എന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇപ്പൊ വേറെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഈ ഭംഗിയുടെ പേരിൽ ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നതിനോട് എന്താ തോന്നിയിരിക്കുന്നത്? ശരിയല്ല എന്നാണ് തോന്നിയത്. ഈ കല്യാണം കഴിക്കുന്നവർക്ക് സൗന്ദര്യം വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. എന്നാലും നമ്മളിപ്പോ പൊതുവെ സൗന്ദര്യം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് പലരും എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടോ? നല്ല സ്വഭാവമാണെങ്കിൽ കല്യാണപ്രായമായിട്ടില്ല, അതുകൊണ്ട് ഒന്നും പറയാനില്ല എന്നുള്ളത്. ഓക്കെ, ശരി. ഈ കല്യാണം കഴിക്കാൻ ഭംഗി ഒരു ഫാക്ടറാണെന്ന് തോന്നിയിട്ടുണ്ടോ?
കല്യാണം കഴിക്കാൻ ഭംഗി ഒരു ഫാക്ടറാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. കല്യാണം കഴിക്കാൻ ഭംഗി ഒരു ഫാക്ടർ ആണെന്ന് തോന്നിയിട്ടുണ്ടോന്ന്? ഭംഗി വേണം, അത് നിർബന്ധമാണെന്ന് അങ്ങനെയൊന്നുമില്ല, നല്ല സ്വഭാവം. അതെ. പക്ഷെ പലപ്പോഴും ഈ ഭംഗി എന്ന് പറയുന്നത് പലരും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ട് കാണിക്കാറില്ലേ? ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ചിലവരെ മനസ്സിൽ അങ്ങനെ വിചാരം ഉണ്ടാവും, ഭംഗി വേണമെന്ന് ഭംഗി കൂടുതൽ. ഈ ഭംഗിയുടെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അത് ശരിയല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായം.